കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ച് CPIM. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. ഒറ്റക്കെട്ടായി സ്വീകരിച്ച നിലപാടെന്ന് MV ഗോവിന്ദൻ. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, സഖാവ് പിണറായി വിജയൻ, സഖാവ് A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള PV മെമ്പർമാരും അതുപോലെ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 35 സീറ്റ് എന്ന കനത്ത തോൽവിയിലേക്ക് കൂപ്പുകുത്തുക മാത്രമല്ല, പ്രധാനപ്പെട്ട പല നേതാക്കളും തോറ്റതോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായത്. വിജയിച്ച MLA-മാരിൽ മുതിർന്ന നേതാവായ KN ബാലഗോപാലിന്റെ പേര് പലയിടത്തും ഉയർന്നെങ്കിലും കഴിഞ്ഞ 10 വർഷം നാടിനെ നയിച്ച പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി സംസ്ഥാന സമിതി തീരുമാനിക്കുകയായിരുന്നു. തോൽവിക്ക് ശേഷം പിണറായി വിജയന് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് തടയിടാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനത്തിലൂടെ കഴിയുമെന്നും നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമെന്നും സംസ്ഥാന സമിതി വിലയിരുത്തുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. പാർട്ടി കോട്ടകളിലെ പോലും അടിയൊഴുക്ക് മനസ്സിലാക്കാനും പാർട്ടി പ്രവർത്തകരുടെയും സഹയാത്രികരുടെയും വാക്കുകൾ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത നേതൃത്വത്തിന്റെ പരാജയമെന്ന് അംഗങ്ങൾ വിമർശിച്ചു. 2 ദിവസം നീണ്ടുനിന്ന യോഗം പൂർത്തിയാകുമ്പോൾ തിരുത്തൽ നടപടികളുടെ അനിവാര്യതയാണ് അടിവരയിടുന്നത്. പരാജയ കാരണങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ടുള്ള ജില്ലാ നേതൃയോഗങ്ങൾ നാളെ ആരംഭിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.